കേരളത്തിലെ ഫെമിനിസത്തിൻ്റെ അല്ലെങ്കിൽ വുമൺ എംപവർമെൻറ്റിൻ്റെ വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് സ്റ്റോറിയാണിത്. ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം, അതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞിട്ടാണോ ഇന്ന് പലരും ആ വാക്ക് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് ശരിക്കും അർത്ഥം എന്താണെന്ന് തെളിയിച്ച ഒരു പറ്റം സ്ത്രീകളുണ്ടായിരുന്നു. കഥകളി എന്ന കലാലോകം പൂർണ്ണമായിട്ടും പുരുഷന്മാരുടെ മാത്രം ലോകമായിരുന്നു. സ്ത്രീകളുടെ പോലും വേഷങ്ങൾ കെട്ടിയാടിയിരുന്നത് പുരുഷന്മാരായിരുന്നു. ചെണ്ടയും മദ്ദളമൊക്കെ കൊട്ടിയിരുന്നത് പുരുഷന്മാരാണ്. അതൊന്നും കൊട്ടാൻ സ്ത്രീകൾക്ക് അതിനുള്ള ശക്തിയില്ല എന്നായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. കാരണം അതിന് വേണ്ടത് നല്ല എക്സ്ട്രീമായിട്ടുള്ള പ്രാക്ടീസാണ്. പിന്നെ രാത്രി മൊത്തം നീണ്ടു നിൽക്കുന്ന അവതരണങ്ങളൊക്കെ ചില സമയത്ത് വേണം. അപ്പോൾ ഇത് ഒരു ആചാരം മാത്രമല്ല, സ്ത്രീകൾക്ക് ചുറ്റിനും സമൂഹം കെട്ടിയ ഒരു അദൃശ്യം മതിലായിരുന്നു. അങ്ങനെ 1960 നടന നികേതനം എന്ന ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. അതിനകത്തിൽ സ്ത്രീകൾ പുരുഷ വേഷം കെട്ടി ആടുന്ന രീതിയിൽ അവർ അവതരിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ 1968 ആയപ്പോഴത്തേക്ക് ഇത് കൂട്ടിക്കെട്ടി. സ്ത്രീകൾക്ക് ഇതിനൊന്നും ഇടമില്ലെന്നും ശക്തിയില്ലെന്നും വിചാരിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് ഒരു കൂട്ടം സ്ത്രീകൾ അതൊക്കെ പറ്റും എന്ന് തെളിയിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അവരത് യുവജനോത്സവ വേദികളിലായിട്ട് തുടക്കമിട്ടു. അവരവിടെ കഥകളി പഠിച്ചു, കളിച്ചു. അതിനെല്ലാം അവർക്ക് നല്ല കയ്യടി കിട്ടി. ആ കയ്യടികളാണ് അവർക്ക് പ്രചോദനം നൽകിയത് ഒരു വിപ്ലവത്തിന്. അവരെ കഥകളി പഠിപ്പിച്ചിരുന്നതൊക്കെ കലാമണ്ഡലം കൃഷ്ണൻ നായരൊക്കെയാണ്, അതും പ്രൈവറ്റായിട്ട്. അങ്ങനെ 1975 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനിതാ വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം ചില സ്ത്രീകൾ ചരിത്രം തിരുത്തിക്കുറിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് ശേഷം അവർ കല്യാണ സൗഗന്ധികം ആദ്യമായിട്ട് അരങ്ങേറുകയാണ്, സ്റ്റേജിൽ കളിക്കുകയാണ്. അപ്പം കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവരെ ഒന്നും പ്രശംസിക്കാനോ അല്ലെങ്കിൽ ഒരു കൗതുകത്തിനോ അല്ല വരുന്നത്. ഈ സ്ത്രീകളെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ ഒരു ഷോ 10 ഷോയായി, 100 ഷോയായി. അങ്ങനെ കയ്യടികൾ കൂടുതൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവർ കേരളം വിടുന്നു, ചെന്നൈ, ഹൈദരാബാദ്, പോണ്ടിച്ചേരി. അങ്ങനെ അവരുടെ കലാപ്രയാണം ഇന്ത്യ വിടുന്നു. US അവരെത്തുന്നു 2002 3 മാസം 19 അവതരണങ്ങൾ. ഒരു കാലത്ത് വേദിയിൽ പോലും നിൽക്കാൻ അനുവാദമില്ലാത്ത സ്ത്രീകൾ ഇന്ന് അന്താരാഷ്ട്ര ലോകോത്തര വേദിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ 30 വർഷത്തോളം നീണ്ട യാത്ര, 1500ഓളം വരുന്ന വേദികൾ. അവർക്ക് അഭിമാനം മറ്റൊന്നായിരുന്നു. കാരണം ഇന്നത്തെ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം അരങ്ങിൽ അവർ വേദി പങ്കിടുന്നുണ്ട്. അവർ പുരുഷ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്, മദ്ദളം കൊട്ടുന്നുണ്ട്, ചെണ്ട കൊട്ടുന്നുണ്ട്. അതൊക്കെയായിരുന്നു അവർക്ക് അഭിമാനം. അതിനൊക്കെ ഒരു വാതിൽ തുറന്നു കൊടുത്തത് ഈ ധൈര്യമുള്ള ഇത്തരം സ്ത്രീകളായിരുന്നു. അങ്ങനെ 2017 ഇവരുടെ ഈ ധൈര്യത്തെ രാജ്യം അംഗീകരിച്ചു. പരമോന്നത വനിതാ ശാക്തീകരണ ബഹുമതിയായ നാരി ശക്തി പുരസ്കാരം അവർക്ക് സമ്മാനിക്കപ്പെട്ടു. ഇക്കാലത്ത് ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യാനാകും എന്ന് ചോദിച്ചൊരു സമൂഹം പിന്നീട് പറയേണ്ടി വന്നു, ഇവരാണ് ചരിത്രം മാറ്റി എഴുതിയതെന്ന്. അങ്ങനെ ഈ ചരിത്രം മാറ്റി എഴുതിയ സംഘത്തിൻ്റെ പേരാണ് തൃപ്പൂണിത്തറ കഥകളി കേന്ദ്രം ലേഡീസ് ട്രൂപ്പ്. ആൻഡ് ദിസ് ഈസ് വാട്ട് എ റിയൽ ഫെമിനിസം ലുക്സ് ലൈക്ക്. നോട്ട് ഡിമാൻഡിങ് എ പ്ലേസ് ഇൻ ഹിസ്റ്ററി ബട്ട് ഏണിങ് ഇറ്റ്.